എന്ത് ചെയ്തു കൊടുത്താലും നന്നില്ലാത്ത ഭാര്യ. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഭർത്താവിനെ കൊണ്ട് കഴിയുന്ന അത്ര രീതിയിലൊക്കെ ഭർത്താവ് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഭാര്യ അയൽപക്കത്തും കുടുംബത്തിലും ഇയാളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഒന്നിനും പറ്റുന്നില്ല, നിങ്ങളെ കൊണ്ട് ഒന്നിനും സാധിക്കുമല്ലോ, കുട്ടികൾക്ക് നല്ലത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലത് കിട്ടുന്നില്ല, വീട്ടിലൊരു കാര്യം നടക്കുന്നില്ല. ഇങ്ങനെ പരാതിയുടെ കെട്ട് ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കും. കേട്ട് കേട്ട് ഭർത്താവിന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അയാൾ എത്ര അധ്വാനിച്ചിട്ടും രണ്ട് തല കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. പല വീടുകളിലും ഇത്തരത്തിലുള്ള കുടുംബനാഥകൾ ഉണ്ടാവാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പണിയെടുക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ നിരന്തരം ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ, നിങ്ങൾ നിങ്ങളിലേക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ, അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക. എന്ന് വെച്ചാൽ ഇത് ചെല്ലുന്നത് മുഴുവനും ഉപബോധ മനസ്സിലേക്കാണ്. ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ബോധമില്ല. അവിടേക്ക് ചെല്ലുന്ന എന്തിനേയും ആദ്യം അക്സെപ്റ്റ്, പിന്നെ ബിലീവ്, അതിൽ നിന്ന് ബിഹേവ് ചെയ്യും. എല്ലാത്തിനെയും അത് സ്വീകരിക്കും. സത്യമാണോ കളവാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ല. നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവരെ ശ്രദ്ധിക്കുക. എല്ലാ കാലത്തും അവർ ഏകദേശം ഒരേ പൊസിഷനിൽ തന്നെയായിരിക്കും, ദരിദ്രാവസ്ഥയിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർക്കുള്ളിൽ ഒരു ദരിദ്രൻ്റെ മൈൻഡ് സെറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാതിരിക്കുക.